അബിനിലേക്ക് വന്നാൽ അബിൻ ജയ്ക്ക് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി SDP എന്നോ ജമാഅത്തെ എന്നോ RSS എന്നോ പറഞ്ഞവയെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് മഴവിൽ സഖ്യമെന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അവർ ഉന്നയിക്കുന്നത്. അബിൻ, അതായത് രണ്ട് കാര്യമുണ്ട് ശ്രീ അരുൺ അതിനകത്ത് മറുപടി. ഒന്ന്, ഞങ്ങൾ SDP ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും RSS ആയാലും വർഗീയപരമായി നിലപാടെടുക്കുന്ന ഏതൊരു കക്ഷിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയും UDFന്റെ വക്താക്കന്മാരും എല്ലാവരും ആവർത്തിച്ച് ഒറ്റ വാചകത്തിൽ ചോദിക്കണം. അബിന്റെ ഊഴമാണ്. ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ അടക്കം സാന്നിധ്യത്തിലാണ് SDPI എന്ന സംഘടനയുടെ പേര് പറയാൻ നിങ്ങൾക്ക് ആവതുണ്ടോ എന്ന് അങ്ങയുടെ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തക UDF സ്ഥാനാർത്ഥിയോട് ചോദിച്ചു. മിണ്ടിയിട്ടില്ല. ഇന്ന് നടന്ന തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു വർഗീയ കക്ഷിയുടെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, വർഗീയ കക്ഷിയുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്താ മടി? SDP-യും ജമാഅത്തെ ഇസ്ലാമിയും RSS-ഉം വർഗീയമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? അതോ ആ വർഗീയ കക്ഷികൾക്ക് മതനിരപേക്ഷ പാർട്ടിയുടെ പരിവേഷം അടിച്ചു കൊടുക്കാനുള്ള ശ്രമമാണോ നിങ്ങൾ നടത്തുന്നത്? അതല്ലേ ന്യായമായി ഉയർന്നു വരുന്ന ചോദ്യം? ശരി, അബിൻ പറയട്ടെ മറുപടി. ജയിക്ക്, ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ചവറ്റുകൊട്ടയിൽ ഇടാനുള്ളതല്ല. 96-ലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായമുള്ളത് ഇടതുപക്ഷത്തിന് സഹായകരമായി എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമി കാലാകാലങ്ങളാക്കി ഇടതുപക്ഷത്തിന് ഓപ്പൺ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണ്. ഇത് ഈ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹുസൈൻ രണ്ടത്താണി എങ്ങനെയാണ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്നതെന്നും അബ്ദുൾ നാസർ മദനിയെയും പിണറായി വിജയനും വേദിയിലിരുന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതും ഈ നാട് കണ്ടതാണ്. നിങ്ങൾ വന്ന് ഇവിടെ ഈ വർഗീയതയ്ക്കെതിരെയുള്ള ചാരിത്ര പ്രസംഗം നടത്തിയാൽ അതൊക്കെ ആരുടെ ചാരിത്ര പ്രസംഗമാണെന്നൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് മാത്രമേ ജയിക്കിനോട് പറയാനുള്ളൂ. ഞാൻ വളരെ കൃത്യമായി ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് വീണ്ടും ആവർത്തിച്ചു പറയുന്നു. തീവ്ര നിലപാടെടുക്കുന്ന ഏതൊരു സംഘടനയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരു വോട്ട് നേടിക്കൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കുകയും വേണ്ട. തോൽക്കാലാണ് വിധിയെങ്കിൽ ആ വിധി ഞങ്ങൾക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അതല്ലല്ലോ പ്രശ്നം വരുന്നേ. ഇന്നല്ലേ മഴവിൽ സഖ്യത്തിൻ്റെ കാര്യം പറയണേ. ഇന്ന് രാവിലെ 7:59 വരെ ജയിക്കിൻ്റെ പാർട്ടിയുടെ നിലപാട് ഇതല്ലായിരുന്നു വരുന്നേ. ജയിക്കിൻ്റെ പാർട്ടിയുടെ നിലപാട് വടകരയും പാലക്കാടും തമ്മിൽ ഡീൽ എന്നുള്ളതായിരുന്നു. വടകരയിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ചതിൻ്റെ പകരമായി പാലക്കാട് BJPയെ കോൺഗ്രസ് ജയിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ ഡീല്. ആ ഡീൽ ഇന്ന് റിസൾട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്? മഴവിൽ സഖ്യമായി. അതോടൊപ്പം തന്നെ പാലക്കാട് തൃശ്ശൂർ ഡീൽ എന്നുള്ള രീതിയിൽ നിലപാട് മാറ്റി. ഈ ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ നിലപാട് മാറ്റിയതാരാ? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പറയണം വടകര പാലക്കാട് ഡീൽ എന്നുള്ളത് നിങ്ങൾ വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് പറയാനുള്ള മാന്യത എങ്ങനെ നിങ്ങൾ കാണിക്കണം. എന്നിട്ട് വേണം ഇവിടെ വന്ന് അടുത്ത മഴവിൽ സഖ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ. പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവരാർക്കാണ് വോട്ട് ചെയ്തത്? BJPക്ക് എതിരായിട്ട് ആരാണോ രണ്ടാമത് നിൽക്കണേ അവർക്ക് വോട്ട് ചെയ്യും. തൃശ്ശൂരിൽ VS സുനിൽകുമാറിന് ആരുടെയൊക്കെ വോട്ട് കിട്ടി? ആ വോട്ടിന്റെ ഘടന പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ. അപ്പൊ ഇതൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല പലരും വോട്ട് ചെയ്യുന്നത്. പലരും വോട്ട് ചെയ്യും. പലരും അവിടെ മുദ്രാവാക്യം ഞങ്ങളെ ആർക്കും കിട്ടില്ല. അബിൻ, SDP നടത്തിയ പ്രകടനം കോൺഗ്രസിന്റെ മതേതര വോട്ടുകളുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നില്ലേ? എങ്ങനെയാണ് അവരുടെ 18,000 വോട്ടിന് വിജയിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ അടുത്ത് ആകെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് വോട്ടുള്ള SDP-ക്കാർ ഒരു പ്രകടനം നടത്തിയാൽ അത് മങ്ങലേൽപ്പിച്ചുവെന്ന്, അതാണ് ഞാൻ ശ്രീ അരുണും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിനോടുള്ള വിയോജിപ്പ് ഞാൻ ആദ്യം രേഖപ്പെടുത്തിയത്. അതാണ് കാരണം നിങ്ങളുടെ ഒരു റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ടാഗ് ലൈൻ എന്താണ്? UDF വിജയത്തിന് പിന്നിൽ SDP വോട്ട് അതിപ്രധാനം. നിങ്ങളുടെ ഒരു ടാഗ് ലൈനാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കോൺഗ്രസിന്റെ മേൽ അങ്ങനെ ഒരു ചാപ്പ കുത്താമെന്നാണോ?
നിങ്ങൾ എന്താണ് കരുതുന്നത്? മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJPയുടെ വോട്ടുകളിലേക്ക്, അതായത് ഹൈന്ദവ ന്യൂട്രൽ വോട്ടുകളിലേക്ക് കടന്നു കയറി ആ വോട്ടുകൾ പിടിച്ച് 18,000 വോട്ടിന് വിജയിച്ച് നിൽക്കുന്ന ഒരു സ്ഥാനത്താണ് നിങ്ങൾ പറയുന്നത് SDPയുടെ ഏതോ വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ കാരണമാണ് UDF ജയിച്ചത് എന്ന് നിങ്ങൾ പറയുന്നു. അതും മാത്രമല്ല, അരുൺ ഇന്ന് വളരെ സീരിയസ് ആയ ഒരു ഒഫൻസ്, സീരിയസ് ആയ ഒരു കമൻറ്റ് പറഞ്ഞു. അതായത് SDPI ഉൾപ്പെടുന്ന UDFന്റെ ആളുകൾ അവിടെ സംഘർഷമുണ്ടാക്കി. താങ്കളുടെ വാക്കുകളാണ്. താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ താങ്കൾ തന്നെ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ഞാൻ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ ഗുരുതരമായ പിഴവാണ്. SDPI ഉൾപ്പെടുന്ന UDFന്റെ ആളുകൾ അവിടെ CPM DC ഓഫീസിന് മുമ്പിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞു. താങ്കൾ എങ്ങനെയാണ് താങ്കൾക്ക് അത് പറയാൻ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ഇത്തവണ പരസ്യമായി? അത് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് പ്രകടനം DC ഓഫീസിന് മുന്നിൽ ആദ്യം പടക്കം, ഒരു നിമിഷം സർ, പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഈ SDPI പ്രവർത്തകർ ഈ പാലക്കാട് DC ഓഫീസിന് മുമ്പിൽ എത്തിയില്ലേ? അത് വസ്തുതയല്ലേ? അവർ പതാക വീശിയത് നമ്മൾ കണ്ടതല്ലേ? അതിന് പിന്നിൽ SDPI ഇല്ലേ? ഒപ്പമല്ലേ UDF പ്രവർത്തകർ നീങ്ങിയത്? ഞാൻ ശ്രീ അരുൺ, ഞാനൊരു വലിയ തർക്കത്തിനല്ല ഇവിടെ വേദിയിരിക്കുന്നത്. താങ്കൾ ഇന്ന് പറഞ്ഞ വാചകം ഇതായിരുന്നു: SDPI ഉൾപ്പെടെയുള്ള UDFന്റെ ആളുകൾ DC ഓഫീസിന്റെ മുമ്പിൽ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ ഈ പ്രശ്നം എന്നാണ് താങ്കൾ ചോദിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് കേൾക്കുന്നവർ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാനും താങ്കളും ഉൾപ്പെടെയുള്ള ഒരു പ്രേക്ഷകർ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് 2 വിഷയങ്ങളിൽ ആഘോഷിക്കാൻ വന്നു. SDPI പ്രവർത്തകർ പടക്കം പൊട്ടിച്ചാൽ ഞങ്ങൾക്ക് എന്ത്? ഞങ്ങൾ ഇതിന്റെയൊക്കെ ഓണർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണ് അരുൺ? SDPI പ്രവർത്തകർ പലതും ചെയ്യുന്നുണ്ട്, കൊലപാതകം നടത്തുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഓണർഷിപ്പ് എടുക്കാൻ ഞങ്ങളുടെ പണി, അല്ലെങ്കിൽ മറ്റൊരു കളി. പിന്തുണ പരസ്യമായി നിങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചില്ല? അതായിരുന്നു ചോദ്യം. അത് ഞാൻ പലതവണ ചോദിച്ചതാണ്, ഞങ്ങളുടെ പ്രതിനിധികൾ ചോദിച്ചതാണ്. ആ വാക്ക് നിങ്ങൾ മിണ്ടില്ല. ശ്രീ അരുൺ ഞാൻ വളരെ വ്യക്തമായി തന്നെ ആവർത്തിച്ചതിന് പറഞ്ഞു, ഒരു വർഗീയ കക്ഷിയുടെയും വേണ്ട എന്ന്. SDPയുടെയും വേണ്ട, ജമാഅത്തിന്റെയും വേണ്ട, RSSന്റെയും വേണ്ട, ഒരു വർഗീയ കക്ഷിയുടെയും വേണ്ട എന്നേ. അങ്ങനെ ഒരു പിന്തുണ കൊണ്ടാണോ ഞങ്ങൾ ജയിച്ചത്? ശ്രീ അരുൺ പറ, വിരലിൽ എണ്ണാവുന്ന ഇവരുടെ വോട്ടിന്റെ പിന്തുണ കൊണ്ടാണോ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുന്നത്? വിരലിൽ എണ്ണാവുന്ന ഇവരുടെ വോട്ട് കൊണ്ടാണോ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP എന്നെന്നും ലീഡ് പിടിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 4,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ നേടിയെന്ന്? വിരലിൽ എണ്ണാവുന്ന ഇവരുടെ വോട്ടും കൊണ്ടാണോ ഞങ്ങൾ പിരായിരിയിലും മറ്റ് മാത്തൂരും ഞങ്ങൾ ലീഡ് ചെയ്തത്? നിങ്ങൾ എന്താണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്? Debate with Dr. Arun Kumar.